ഹായ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു കണ്ടന്റ് ഉണ്ടാക്കാനൊന്നുമല്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച ഒരു വലിയ വിഷമം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. കാരണം എനിക്ക് സംഭവിച്ചത് നാളെ മറ്റാർക്കും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 13/6/2026 അന്ന് ഞാൻ മൈസൂരിലായിരുന്നു. ഞാനൊരു കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരേ ഒരു മകനാണ്. അപ്പോൾ സാധാരണ എന്നും രാവിലെ അമ്മയുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇപ്പം ഞാനൊരു ദിവസം വിളിച്ചില്ലെങ്കിൽ അമ്മ എന്നെ സാധാരണ ഇങ്ങോട്ട് വിളിക്കും. അതുപോലെ തന്നെ ഈ വർക്കിൻ്റെ കുറച്ച് തിരക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എനിക്ക് അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ ഞാൻ ഡെയിലി വൈഫിനെയും കുഞ്ഞിനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ തിരക്കും. അമ്മ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയും. അപ്പം സാധാരണ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ ശനിയാഴ്ച ദിവസം രാവിലെ അങ്ങോട്ട് വീട്ടിലോട്ട് കോൾ ചെയ്തപ്പോൾ വൈഫാണ് എടുത്തത്. അപ്പം അമ്മയുടെ മൊബൈലിലോട്ടാണ് കോൾ ചെയ്തത്. അപ്പം വൈഫ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ല, കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെ വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ എന്തായാലും അമ്മ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എന്നിട്ട് വീഡിയോ കോൾ വന്നു. സാധാരണ അന്ന് അമ്മ സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല സംസാരിച്ചത്. ഈ മദ്യപിച്ചിട്ടൊക്കെ ആൾക്കാർ സംസാരിക്കൂലേ എന്ന് പറയുന്ന പോലെയാണ് അമ്മയുടെ വാക്കുകൾ. വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഉറക്കക്കുറവോ മറ്റെന്തെങ്കിലും ക്ഷീണമൊക്കെ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഒന്നും നോക്കിയില്ല. അന്ന് ഞാൻ ഉച്ചയ്ക്കൊരു 11-11:30 ആയ സമയത്ത് മൈസൂരിൽ നിന്ന് എൻ്റെ വണ്ടി എടുത്തിട്ട് 100-110 പിടിച്ച് ഞാൻ നേരെ പത്തനംതിട്ടയിലുള്ള എൻ്റെ വീട്ടിലെത്തി. അന്ന് ഞാൻ വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം രാവിലെ, അതായത് ഞായറാഴ്ച വെളുപ്പിന് ഏകദേശം ഒരു 1:45-2 മണി ആ റേഞ്ചിലാണ് ഞാൻ വീട്ടിലെത്തുന്നത്. വീട്ടിലങ്ങോട്ട് എത്തുന്നതും ഞാൻ കതവെ മുട്ടുന്നു. അച്ഛൻ വന്നിട്ട് വാതിൽ തുറക്കുന്നു. അപ്പം തുറന്ന ഉടനെ ഞാൻ ചോദിക്കുന്നു അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നത്. അപ്പം എൻ്റെ വെപ്രാളമൊക്കെ കണ്ടപ്പോൾ അച്ഛൻ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഇപ്പോൾ വിളിക്കൊന്നും വേണ്ട, രാവിലെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം, അർജൻറ്റാന്ന് പറഞ്ഞു. അങ്ങനെ റൂമിൽ പോയി. സത്യത്തിൽ അച്ഛനും ശ്രദ്ധിച്ചില്ല കേട്ടോ. റൂമിൽ പോയിട്ട് നോക്കുമ്പോഴാണ് അമ്മ ഒരുമാതിരി മാണ്ട് കിടക്കുന്ന പോലെ, ഈ കണ്ണൊക്കെ തുറന്ന ഒരു മുഖമൊക്കെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കോടി എന്തൊക്കെയോ എന്നടുത്ത് ഇങ്ങനെ, എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്തൊക്കെയോ എന്നടുത്ത് ഇങ്ങനെ പറയണമെന്നൊക്കെ തോന്നുന്നുണ്ട്, പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ആകപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥ. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ അമ്മയെ അടുത്ത് ആ രാത്രി തന്നെ 2:30 2:45 ആ റേഞ്ചിലായപ്പോൾ പത്തനംതിട്ടയിലുള്ള മുത്തൂറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം MRI സ്കാനും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് അമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ കിടത്തുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ കോന്നി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അമ്മയും കൊണ്ട്. ഞാനും അച്ഛനും പിന്നെ അതുപോലെ തന്നെ വൈഫും ഉണ്ട് എൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ന്യൂറോ ഡോക്ടർ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അവിടെയുള്ളൊരു ഡ്യൂട്ടി ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നേരെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഒന്നുമേ നോക്കിയില്ല. ഒരു വണ്ടി എടുത്ത് 100-110 ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ്, പിന്നെ അതുപോലെ എമർജൻസിയിലോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ എക്സ്റേ, പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ എന്നിവയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. പക്ഷേ അതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം അമ്മയെ അവരെന്ത് ചെയ്തു, ഒരു ജനറൽ വാർഡിലോട്ട് മാറ്റുന്നു. പക്ഷെ പിന്നീടാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഈ അമ്മയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഡോക്ടർമാർ വരുന്നില്ല. ഡോക്ടർമാർ വരുന്നതിന് എത്രയോ മണിക്കൂറുകൾ ആണെന്നറിയാവും. കാരണം അത്രയും അമ്മ അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവിടെ. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും അവിടെ കുറച്ച് പേഷ്യൻ്റ് നോക്കാനുണ്ട്, ഞങ്ങൾ അത് കഴിയുമ്പോൾ അങ്ങോട്ട് വരും എന്നുള്ളൊരു ഭയങ്കര ധാർഷ്ട്യമാണ് ഇവർക്കൊക്കെ. കാരണം അഹങ്കാരത്തിൻ്റെ അങ്ങ് എക്സ്ട്രീം ലെവലാണ്. കാരണം ഒരു നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളൊരു കാര്യം ചെന്നിട്ട് ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ, എനിക്കറിയത്തില്ല ഇതൊക്കെ ഡോക്ടർമാരാണെന്ന് പോലും. മനസ്സിലായില്ലേ? അപ്പം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അവിടെയുള്ള തിരക്ക്, ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കാരണം പല രോഗികളുടെയും ബന്ധുക്കൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ അവിടെ
കാണേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കൽ കോളേജിലെ രോഗികൾ വളരെ കൂടുതലായിരിക്കും. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വലിയ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സ്ട്രോക്ക് പോലുള്ള ഒരു രോഗത്തിന് ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ചികിത്സ വൈകുമ്പോൾ രോഗിയുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയല്ലേ ചെയ്യുന്നത്. അപ്പം സമയം കഴിയുന്തോറും ഈ അമ്മയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഒരു ഭയം തോന്നി. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ഇപ്പം എത്രയും വേഗം ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട്, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീരുമാനിക്കുക. അങ്ങനെ പല ഹോസ്പിറ്റലും, തിരുവല്ലയിലുള്ള പല ഹോസ്പിറ്റലുകളിലോട്ടും നമ്മൾ വിളിച്ചു ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവർ പറയുന്നത്, സാറേ നിങ്ങൾ ആ MRIൻ്റെ റിപ്പോർട്ടൊന്ന് ഞങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ MRIൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ വാട്സപ്പ് ചെയ്യുന്നു. അപ്പം കണ്ടിട്ട് തിരിച്ച് വിളിക്കുന്നു. തിരിച്ച് വിളിക്കത്തില്ല, നമ്മൾ അങ്ങോട്ട് വിളിക്കണം. അപ്പോൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ പറയുക, അത് ക്യാഷ്വാലിറ്റിയും ഇല്ല, പിന്നെ അതുപോലെ തന്നെ മറ്റേ ICUവിലൊന്നും സ്പേസ് ഇല്ല സാറേ, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല ആ സമയത്ത് എന്തോ ചെയ്യണമെന്നാണ് ഉള്ളത്. സത്യത്തിൽ ഞാനാകെ തകർന്നു പോയിരിക്കുന്ന സമയമാണ്. സത്യത്തിൽ അമ്മയെ രക്ഷിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കാണുമെന്ന് പോലും ഞാൻ സത്യത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരോടൊക്കെ ഞാൻ പറഞ്ഞു, ഇതുപോലെ അമ്മ ഞാൻ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചില്ല. ആദ്യം അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല, അത് ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ തീരെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേഷ്യൻറ്റിന് ഈ അവസ്ഥയിൽ കൊണ്ടുപോകാനല്ല, ഈ പേഷ്യൻറ്റിന് ഈ അവസ്ഥയിൽ ഇവിടെ കിടത്തുന്നത് തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഡോക്ടർമാർ ഞാനുമായിട്ട് ഒരു അരമണിക്കൂർ വാക്കുതർക്കം ഉണ്ടായി. അവിടെയുള്ള നേഴ്സുമാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല, ഞാൻ ദൈവം സഹായിച്ച് എനിക്ക് കോട്ടയം കാരിത്താസിലോട്ട് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവരെന്നടുത്ത് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കാഷ്വാലിറ്റിയിൽ ഒരു ബെഡുണ്ട്, എന്തായാലും കൊണ്ടുപോവാ, പേഷ്യൻറ്റിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയം കാരിത്താസിൽ അമ്മയെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. അങ്ങനെ നിങ്ങൾക്കറിയാവോ, 4 ദിവസത്തോളം അമ്മ അബോധാവസ്ഥയിലായിരുന്നു. അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞാനും അച്ഛനും പിന്നെ അതുപോലെ തന്നെ വൈഫും ഒക്കെ ആകെ ഒരു തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു, മാനസികാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, അമ്മയുടെ ആരോഗ്യനില പതുക്കെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്താ പറയുന്നത്, ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല. ഒരു മകൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സംഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം നിങ്ങൾ കണ്ടാൽ അത് നിസ്സാരമായി കാണരുത്. അതുപോലെ തന്നെ ഈ സംസാരത്തിൽ വ്യത്യാസം വരിക, മുഖം കോടിപ്പോവുക, കൈകാലുകൾക്ക് ബലം കുറയുക, പെട്ടെന്ന് തലകറക്കം വരിക തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നൊക്കെ കരുതിയിട്ട് കാത്തിരിക്കരുത്. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. പ്രത്യേകിച്ച് ഈ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങളാണെങ്കിൽ ഓരോ മിനിറ്റിനും വിലയുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഏതൊക്കെ ആശുപത്രിയിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആണോ, പിന്നെ അതുപോലെ തന്നെ ICUവിൽ ബെഡുകളുണ്ടോ എന്നൊക്കെ കഴിയുന്നത്ര മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? കാരണം എന്താ പറയുക, ഒരു കുടുംബം ആ സമയത്ത് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ മാത്രമൊന്നുമില്ല, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര തിരക്കിലായാലും നമ്മുടെ അച്ഛനമ്മമാരെ ദിവസവും ഒന്ന് വിളിച്ച് സംസാരിക്കുക. അവരുടെ സംസാരത്തിലെ ഒരു ചെറിയ മാറ്റം പോലും എന്താ പറയുക, ചിലപ്പോൾ വലിയ ഒരു അപകടത്തിൻ്റെ സൂചന ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അന്ന് സത്യത്തിൽ നിങ്ങൾക്കറിയാവോ, എൻ്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം അന്ന് തോന്നിയിരുന്നില്ല എങ്കിൽ ഇന്ന് എൻ്റെ അമ്മ ചിലപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സമ്പാദിക്കാം, നമുക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു പുതിയ ജോബ് കണ്ടെത്താം. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ശൂന്യത ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകും. അതാരും മറന്നു പോകരുത്.